49ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് നിൽക്കണം. അതെ, ഇന്ന് ഞങ്ങളുടെ 54 വർഷം ഭൂമിയിലേക്ക് വന്നതിൻ്റെ 54 വർഷം പൂർത്തിയാക്കിയിട്ട് 55ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാം. അവൻ പറഞ്ഞ പോലെ. അവൻ പറഞ്ഞത് മറ്റൊരു ഡേറ്റ് ആണെങ്കിലും അതാണ് ഞങ്ങൾ മിക്ക വർഷങ്ങളും ഇത് ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി അവൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട്. ഈ സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് അവനുമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് അവൻ്റെ എനിക്ക്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഫാക്ടറിൻ്റെ ക്വാർട്ടേഴ്സാണ്. അതിൽ പോകാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങൾ ഒരു ചെറുപ്പത്തിൽ ഒരുപാട് ഇതിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളതാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം. ഇപ്പം ഞങ്ങളുടെ സ്കൂളുണ്ടായിരുന്ന ഈ ഭാഗത്ത് എവിടെയാണ് ഇഷ്ടംപോലെ ഡോഗുകളുണ്ട്, സ്ട്രീറ്റ് ഡോഗ്. മറ്റേ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് ആക്രമിക്കാമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സുകളുണ്ടോ ഫാക്ടറിൻ്റെ. ഞങ്ങൾ ഈ ഭാഗത്ത് കൂടിയൊക്കെ കളിച്ച് നടന്ന സ്ഥലമാണിത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രായം 7 വയസ്സ്. 7 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ല, ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി കളിച്ച് വളർന്ന ഒരു ഏരിയ. ഇവിടെ കുറേ പട്ടിക്കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. പട്ടിക്കുഞ്ഞിൻ്റെ കഥ പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇവിടെ പണ്ട് പോലെ ഉണ്ട്, അന്ന് മുതലേ ഈ ഡോഗ് ഇഷ്ടംപോലെ ഭാഗത്തുണ്ട്. അവിടെ എന്താ പുതിയൊരു നിർമ്മിതി അമ്പലത്തിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അമ്പലത്തിൽ ഡ്രിൽ മാഷ് കൊണ്ടുവരും ഞങ്ങളെ ഈ അമ്പലത്തിൽ. എന്നിട്ട് അതിൻ്റെ അരിയിലിരുത്തിയാണ് ഞങ്ങളെ ഡ്രിൽ മാഷ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. സ്കൂൾ ഈ ഭാഗത്താണ്. അവിടെ നിന്ന് റൈറ്റ് പോകണം. നമുക്ക് അതിൽ ഈ വഴി നിന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നാണ് വരാറ്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഓഡിറ്റോറിയം വന്നാണ്. അപ്പോൾ ഈ വഴിയിലൊക്കെ ഈ ഒരു മണവും എന്താ പറയുക, ഈ സ്ഥലത്തിൻ്റെ ഒരു മണവും ആ ഒരു കിട്ടുമ്പോഴേ അവിടെ ഒരു അമ്പലക്കുളമുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അത് ഗേറ്റ് വെച്ച് നോക്കിയിരിക്കും. സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്തേക്കാണ്. ഇനി പോകാൻ പറ്റുമെന്നറിയില്ല. അപ്പം ഞങ്ങൾ 2ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. പക്ഷെ അതൊക്കെ ആവശ്യമായി ഫാക്ടറിൻ്റെയാണ് സെൻട്രൽ സ്കൂള്. കുഞ്ഞിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്നാണ്. പെട്ടെന്ന് ഈ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വന്നേക്കാലോ എന്ന് കരുതി. ഇതിപ്പോൾ ഇലഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ ഡ്രിൽ സാറ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും. അമ്പലക്കുളം എവിടെയാണ് കേട്ടോ, സോറി, ഞാൻ അവിടെയല്ല ഉദ്ദേശിച്ചത്. അമ്പലക്കുളം ഈ ഭാഗത്താണ്. സ്കൂൾ ആ ഭാഗത്തായിട്ടാണ് തോന്നുന്നത്. അങ്ങോട്ട് പോകാൻ വഴിയില്ല എന്ന് പറയാം. ഇപ്പോൾ അവിടെ നിന്ന് നടന്ന് വരും നമ്മൾ. സ്കൂളിൽ കാണുന്നതാണ്. ശരിയാ, എവിടെ കാണാൻ നമുക്ക്. ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് സ്കൂളാണ് അല്ലേ. ഇപ്പോൾ വേറെന്തോ ആക്കിയിട്ടത് പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന് മാത്രം ആക്കിയിരുന്നു. ആ ഭാഗത്തായിരുന്നു സ്കൂള്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വരും. ഇതാണ് ശരിക്കും എൻ്റെ ഗ്രൗണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ കുഞ്ഞിൽ. അതെന്തോ പ്രാഥമികാരോഗ്യ കേന്ദ്രം പോലെ ആക്കിയിരുന്നു. അല്ല, നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ. ഇതൊക്കെ ഇഷ്ടംപോലെ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നുള്ള മരങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞിനാളിലൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെയാണ്. നല്ല വലിപ്പം. അത് ചെറുതൊന്നുമല്ല. ഒരു 4-5 പേര് വട്ടം പിടിച്ചാലേ അത് എത്തുള്ളൂ. അത്ര. നമുക്ക് ഈ വഴി കൂടി പോവാം. അപ്പോൾ നമുക്ക് സ്കൂളിൽ കണ്ടിട്ട് പോവാം.
സ്കൂൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ കോട്ടേഴ്സൊക്കെ ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ വഴി കൂടിയൊക്കെ ഒരുപാട് കളിച്ച് രസിച്ച് നടന്നിരുന്നതാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലെ കുറേ കുട്ടികളുണ്ടാവും. അതൊരു കാലം. ഇതാണെന്നാണ് തോന്നുന്നത്. ഇതായിരിക്കും സ്കൂൾ. കാട് പിടിച്ച് പോയത്. സ്കൂൾ കണ്ടാൽ പോയത് ഇതായിരുന്നു തോന്നുന്നു കേട്ടോ. ശരിയാ, ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു മാപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണില്ല. അതൊക്കെ ആകെ നാശം കേട്ടോ സ്കൂളൊക്കെ. ആണോ? ഇതല്ലല്ലോ, ഷീറ്റല്ല, അത് ഷീറ്റല്ല. സ്കൂളിൽ പിടിയും കിട്ടണില്ലല്ലോ. ഷീറ്റല്ലായിരുന്നല്ലോ, ഓടിട്ടായിരുന്നല്ലോ. മൊത്തം മാറിപ്പോയി. ബാക്ക് കോട്ടേഴ്സ്. ഇപ്പം അപ്പുറത്തെ കണ്ടെയ്നർ റോഡാണ്. അത് വന്നതോടെ ഈ സ്കൂളിൻ്റെ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നേരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ ബ്ലോക്കാണെന്ന് അറിയില്ല. അത് പോയി നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ആൾതാമസമില്ല, ഇപ്പോൾ കാട് കയറിപ്പോയി. ഇത് മാത്രം കളിച്ച് നടന്നങ്ങനെ ഈ ഭാഗത്ത് കൂടി. ഇതിലെ പോകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, നമുക്കതിൻ്റെ ഒരു പച്ചിലകളുടെ പിന്നെ നിശബ്ദമായ ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല. സ്കൂളിൽ അത് തന്നെ ഇരുന്നുണ്ടോ. ഞങ്ങളെല്ലാവരും പഠിച്ച അവിടെയാണ്. ഇളയ ആളൊഴിച്ച് ബാക്കി എല്ലാവരും പഠിച്ചത് ആ സ്കൂളിൽ തന്നെ, ചെറിയ സ്കൂൾ. അല്ല, നമുക്ക് ഇതിലേക്ക് പോവാം. ഇവിടുത്തെ ഒരു ആ ഒരു അല്ലാതെ നമുക്ക് മിസ് ചെയ്യും അവനെ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ശരിയും അല്ലാതെ ചിപ്പയുണ്ട്. കുറെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോഴേ അങ്ങോട്ടാന്ന് തിരിച്ചിട്ട് അന്നേ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചില എൻ ഗോപാലസ്വാമി അയ്യർ റോഡ്, ഇങ്ങനത്തെ കുറേ ഫലകങ്ങൾ, അതായത് റോഡിൻ്റെ പേരുകൾ ഇട്ടിട്ട് MKK നായർ ഉണ്ടായിരുന്ന സമയത്ത് MKK നായർ സാറെന്ന് വിളിക്കാം, കാരണം പുള്ളി നല്ല ദീർഘദർശിയായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഉണ്ടായപ്പോഴാണ് ഈ ഒരു സ്ഥലം ഇത്രയും ഡെവലപ്ഡ് ആയത്. അതായത് ശരിക്കും പറഞ്ഞ ഒരു വിദേശ ക്വാളിറ്റിയിൽ ഇരുന്നു ഇവിടെ. ഇപ്പോൾ കാട് കയറി കിടക്കണമെന്നുള്ളൂ. അന്ന് നല്ല പെർഫെക്റ്റ് സ്ഥലമായിരുന്നു. ആ വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ട് സ്ഥലം. മുമ്പ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന അവിടെ നിന്നാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടോ, അപ്പോൾ അവിടെ കണ്ടെയ്നർ റോഡ് കയറി അവിടെ ആ ഗേറ്റ് ലൊക്കെ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈസ്കൂളിലേക്ക് എത്താം. അവിടെ ഗേറ്റ് തുറന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അതിൽ തന്നെ പോകാൻ പറ്റും. നോക്കാം ഹൈസ്കൂളിലേക്ക് നടന്ന് കയറാനുള്ള ഗേറ്റ് ഉണ്ട്. ഇനി കയറുമെന്ന് അറിയില്ല കേട്ടോ സൈക്കിൾ. നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരെ കാണുന്നതാണ് കേട്ടോ എന്താ ഹൈസ്കൂൾ. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി നിൽക്കാം. വണ്ടിയിലേക്ക് കയറാം, അതാണ് കണക്കോളൂ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് ഫാക്ട് ഹൈസ്കൂൾ. അവിടെ ഇപ്പോൾ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ്
കഴിഞ്ഞു പോയി പുറത്ത്. ഇവിടെയൊക്കെ ജപ്പാൻകാരൊക്കെ വന്ന് അന്ന് എത്രയോ വർഷം മുമ്പ് 40 വർഷം മുമ്പ് ജപ്പാൻകാരും കമ്പനിയുടെ ഗസ്റ്റായിട്ട് വന്നിരുന്ന ആളുകൾ താമസിച്ചിരുന്ന അന്നാണ് നമ്മൾ ഈ വിദേശ സിഗരറ്റുകളൊക്കെ ഇവിടെ കാണുന്നത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് അത് അവരുടെ അവിടെ നിന്ന് പുറത്തിങ്ങനെ കിടപ്പുണ്ടാവും. അന്നൊന്നും അങ്ങനെ ഒന്നുമില്ല, വേസ്റ്റ് ബിന്ന് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇവിടെയൊക്കെ കാട്ടുമുയൽ വരെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഏരിയ കണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട് കണ്ട, ഈ സ്റ്റെപ്പിലൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പുറത്തൊരു വഴിയാണ്. അപ്പോൾ ഞാനും കുഞ്ഞമ്മണിയും കൂടി അമ്മാമ്മയുടെ കൈ പിടിച്ച്, അമ്മാമ്മ അപ്പച്ചൻ്റെ അമ്മ, ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ ഒരു ഫ്ലാറ്റിലാണ്, കമ്പനിയുടെ. കൈ പിടിച്ച് ഇവിടെ ഈ വഴി, ഇവിടെ ഒന്നും മതിലൊന്നുമില്ല, ബസ് കിടക്കുന്നുണ്ട്, ആ ഭാഗത്തിൽ കൂടി പതിയെ നടന്ന് നമ്മൾ ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ വരും. ഒരു 7 വയസ്സുള്ളപ്പോൾ. ഈ ഫ്ലാറ്റുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ചെറിയ മുമ്പ് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പാടുമായിരുന്നു. ഈ ആറ്റക്കുരുവി എന്നല്ല പറയണത്, ഇങ്ങനെ തൂക്കണം കുരുവി, അതിൻ്റെ കൂടുകളായിരുന്നു. നിറയെ തെങ്ങായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ അവിടെ ഫ്ലാറ്റായി മാറി. ലാസ്റ്റാവുന്ന കാണിച്ചേക്കാം. ആ കുട്ടി സൈക്കിൾ കൂട്ടി പോകുന്നുണ്ട്. അതാ നിൽക്കുന്ന ഫ്ലാറ്റുകൾ. മുമ്പ് ആ ഫ്ലാറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന, അതായത് നേഴ്സറിൽ 1-2 ക്ലാസ് വരെ പഠിച്ചിരുന്ന താമസിച്ചിരുന്ന ഫ്ലാറ്റ് കാണിച്ചിടാം. ഫ്ലാറ്റിൻ്റെ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ്. ഞങ്ങളിത് മുമ്പ് വേറൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് എടുക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എന്തായാലും ആ താഴത്തെ നിലമല്ല ഇ ഡി ഫ്ലാറ്റിൽ. അവിടെ ഡോഗുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് കാര്യം അറിയില്ല കേട്ടോ. നമ്മൾ വെറുതെ അവിടെ പോയി അതിൻ്റെ അപ്പം അന്ന് ആ താഴത്ത തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവിടുത്തെ ആ ഫ്ലാറ്റിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ. കാരണം അമ്മാമ്മ പ്രായമുള്ള ആളായതുകൊണ്ട് 3 നിലയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ സെയിം, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കാണുന്നത്, ഈ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു പാർക്കായിരുന്നു കുട്ടികളുടെ, ചിൽഡ്രൻസ് പാർക്ക്. പക്ഷെ അതൊക്കെ പോയി, വേറെന്തോ ആക്കി. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ വൈകിട്ടൊക്കെ അവിടെ വന്ന് കളിക്കും, ഊഞ്ഞാലും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ ആ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിൽ അപ്പച്ചനും കൂട്ടുകാരും അതിൻ്റെ അടിയിലിരുന്ന് ചീട്ട് കളിക്കുന്നൊരു സംഗതികളൊക്കെ ഉണ്ട്. അതുവരെ ഓണമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവരും കൂടി, അതായത് അന്ന് ആ കഥകൾ ഞാൻ പിന്നെ പറയാം എന്തായാലും. അന്ന് ഇന്നത്തെ പോലെ റിയൽ കേരള സ്റ്റോറി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടിയാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഓണത്തപ്പന് പൂക്കളൊക്കെ ഇട്ട് നല്ല രസകരമായിട്ട് തന്നെ 10 ദിവസവും നല്ല ഒന്നാന്തരമായിട്ടൊക്കെ ആഘോഷിച്ചിരുന്ന ഒരു ഫ്ലാറ്റ്, ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഇത്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൂടും, എല്ലാവരും ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്കത് വേറൊരു ദിവസം കൂടി വന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം ഞങ്ങളിത് ഈ കാണുന്നുണ്ട്, ഇതൊക്കെ തനി കാടാണ്. ഈ കാട്ടിലൊക്കെ നമ്മൾ അതുപോലെ ഇവിടെ ഇതിപ്പോൾ ഒരു ഫാക്ടറി ഉദ്യോഗസ്ഥരും ഹിന്ദിക്കാരൊക്കെയാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ മാറ്റാൻ പറഞ്ഞു കുഴപ്പമില്ല. ഇവിടെ അന്ന് സാറന്മാരുടെ ഹെറാൾഡ് കാറൊക്കെ ആയിരുന്നു കേട്ടോ. സാറന്മാരെന്ന് പറഞ്ഞിരുന്ന ആ ഒരു കുപ്പുസ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. കുപ്പുസ്വാമി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി ഇവിടുത്തെ ഒരു പ്രത്യേക കോളേജായിരുന്നു. ഇ ഡി ഫ്ലാറ്റ് 31 to 48, 31 to 48. മതി ശരിയല്ലേ ഈ ഡോഗ്, സ്ട്രീറ്റ് ഡോഗാണ്. അല്ല തനി കാട് പോലെ. ഇവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു. ഈ ഇടതുവശത്ത് കാണുന്ന ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിലേക്ക് അന്നത്തെ ഞങ്ങൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്ലാറ്റിലെ ഉടമകളാണ്. ഈ ഒരു ഇത്ര സ്ഥലത്തിൻ്റെ ഉടമകൾ ഞങ്ങളാണ്. ഫ്ലാറ്റിൻ്റെ ഉടമകളാണ് ഈ ഒരു സ്പേസ്, അത് 3000 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമകൾ. അവിടെ ഒരു പൊട്ടൻ കിണറുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ നിരത്തി എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. മറ്റേ ഞങ്ങളിതിലേ വരാം. അപ്പോൾ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങിൽ ഞങ്ങൾ ആരാണ്, സലാമാണെന്ന് തോന്നുന്നു. സലാം
കല്ലെറിഞ്ഞ് തേങ്ങ ഇടും, തേങ്ങ കരിച്ച്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി എത്ര 10-15 കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് അത് കഴിക്കും. പൊതിച്ച് കല്ലിലിടിച്ച് പൊതിച്ച് കഴിക്കും. അന്ന് ഇതുപോലെയുള്ള കൊടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ അത് അങ്ങനെയല്ല. ആ പിള്ളേരല്ല കേട്ടോ, പ്രായമുള്ള ഇവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആളൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന അത് ഇന്ന ആളുടെ ഒന്നുമില്ല. ഇവിടെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ആളുകൾക്കുള്ള തന്നെയാണ്. നമ്മളിപ്പോൾ അറിഞ്ഞില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്, ഞങ്ങളുടെ പ്രായമുള്ള ആൾ തന്നെയാണ്. ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ വിനോദങ്ങളായിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോൾ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം അല്ലേ. മാങ്ങയാണ്. ഇവിടെയാണ് എസ്റ്റേറ്റ്. അതായത് ഇതിൻ്റെ ഈ ഫ്ലാറ്റുകളുടെ മൊത്തത്തിൽ പരിപാലന ചുമതലകൾ ഏറ്റെടുത്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റാണ്. ടൗൺഷിപ്പ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഓഫീസ്, സിവിൽ മെയിൻ്റനൻസ് ഓഫീസ് ടൗൺഷിപ്പ്. ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ സിവിൽ മെയിൻ്റനൻസ് ഓഫീസാണത്. അപ്പോൾ ഈ ഭാഗത്തേക്കൂടിയൊക്കെ ഞങ്ങൾ അന്ന് ഇങ്ങനെ നടക്കും. ആ കാണുന്നത് പമ്പ് ഹൗസാണ്, നേരെ കാണുന്ന ഗേറ്റ്. അവിടെ ഉണ്ട് ഒരു നല്ല ചക്കരപ്പുളി. അവിടെയൊക്കെ പോയി കല്ലെറിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുമണി ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും കൂടി ചേർന്ന് കല്ലെറിയുന്ന ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്ലെറിഞ്ഞ പുളി എടുക്കുക. ഇതൊക്കെ സാറന്മാരുടെ ഇതാണ് കേട്ടോ ഈ കാണുന്നത് ഫ്ലാറ്റുകൾ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് വേറൊരു ദിവസം അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പിന്നീട് വരും. നമുക്ക് ഏതായാലും അങ്ങോട്ട് തിരിച്ച് ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഹൈസ്കൂളിലേക്കാണ്. ഇത് തനി കാട് പോലെയാണ്. എന്താ 3000 ഏക്കർ സ്ഥലമുണ്ട് അല്ല, അക്വേഷ്യക്കാട് പോലെ തന്നെയാണിത്. തനി കാടാണ്. ഉണ്ടോ? അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലം ഇവിടേക്കാണ് ഞങ്ങൾ കളിച്ച് വളർന്നിരുന്നത്. ഈ 3000 ഏക്കർ ഞങ്ങൾ നേരെ കണ്ട. അതിൽ പോകുമ്പോൾ അടുത്ത ഒരു മിൽമയുണ്ട്, അതിൽ മറ്റേ ഗസ്റ്റ് ഹൗസും അവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ വരും. അവിടെ വിദേശികളുണ്ടാവും ആ കാലത്ത്. 40 വർഷം മുമ്പ് 70-80 കാലഘട്ടത്തിൽ എല്ലാവരും മലയാളികളായിരുന്നു. അന്ന് കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ. ഹിന്ദിക്കാരും പിന്നെ ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കും. അതുകൂടി പുതിയ പുറത്തുനിന്ന് കുറേ പേര് വന്നു. അങ്ങനെ അതൊരു ഇതായി മാറി. ഇതെന്തോ കൺസ്ട്രക്ഷൻ നടക്കേണ്ടതിൻ്റെ കൊടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. BMSൻ്റെ കൊടി വെച്ചിട്ടുണ്ട്. അത് അകത്ത് എന്തോ കൺസ്ട്രക്ഷൻ നടക്കേണ്ടത് പവർഫുള്ളായിരിക്കും. അല്ലാതെ ഇതിനകത്ത് കൊടി വയ്ക്കാൻ അവർ അനുവദിക്കില്ല ഈ ഭാഗത്ത്. കാരണം ഇത് ഫാക്ടിൻ്റെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കും. ഇവിടെയൊക്കെ ഒരു വാൽവ് ഉണ്ടായിരുന്നു. അതാ കാണുന്നത്. ആ ഡോഗ് വെക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അത് ശരിയല്ല. നമ്മൾ അതിന് ഭാഗത്തുള്ള ഷൂസ് കൊണ്ടുവന്നാണ്. ആ വാൽവ് ഉണ്ടല്ലോ, അവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ ഒരു പൈപ്പ് പോയേക്കുന്നുണ്ട് ഈ കാണുന്നു. അന്ന് അതിൻ്റെ പ്ലാഞ്ചിനകത്തേക്ക് കൂടി വെള്ളം സ്പ്രെഡ് ചെയ്ത് നല്ല ശുദ്ധജലമാണ്. അത് സ്പ്രെഡ് ചെയ്യും. അതിന് നമുക്ക് ആ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡ് കൂടി അപ്പുറത്തേക്ക് പോകാം. ഇതൊക്കെ ഒറ്റ വീടുകളാണ് കേട്ടോ. അപ്പോൾ സ്പ്രെഡ് ചെയ്യും വെള്ളം. അത് പറഞ്ഞില്ല. നിങ്ങൾ കാഴ്ച കണ്ടോട്ടോ. ആ സ്പ്രെഡ് ചെയ്യുന്ന വെള്ളം ഞങ്ങൾ എന്താ പറയുക, നടന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ മുഖം വെച്ച് കുറേ കുടിക്കും. മുഖം അമ്മയ്ക്ക് വെക്കുമ്പോൾ ഒരു തണുപ്പും ആ സ്പ്രെഡ് ചെയ്യുന്ന ഫീൽഡ്. ആ കാലമൊക്കെ ഓർമ്മ വരുന്നു പെട്ടെന്ന്. ഒരു കാലം. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ പോലത്തെ ഇതായിരുന്നില്ല കേട്ടോ അന്ന്. നല്ല എന്താ പറയുക,